ഹലോ ഹായ്, എൻ്റെ കയ്യിലുള്ളത് ഒരു മല്ലിക മാങ്ങയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ലവണ്ണം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങ ഇനമാണ് മല്ലിക. ഈ മാങ്ങ ഒരു ഹൈബ്രിഡ് ഇനമാണ്. നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ നിന്നും ഡോക്ടർ KC നായർ എന്നൊരു വ്യക്തി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മാങ്ങ ഇനമാണ് മല്ലിക. ഇതിൻ്റെ മാതൃവൃക്ഷം വരുന്നത് നീലനും പിതൃവൃക്ഷം വരുന്നത് ദേശീയമാണ്. ഒരു മാങ്ങയുടെ തൂക്കം ഏകദേശം 500-600 ഗ്രാം തൂക്കമാണ് വരുന്നത്. ഈ മാങ്ങയുടെ സ്മെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നല്ല സ്വീറ്റി സ്മെല്ലും അതിനൊപ്പം ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ മാങ്ങയുടെ ഫ്ലേവറിനെ കുറിച്ച് പറയുമ്പോൾ നല്ല സ്വീറ്റി ഫ്ലേവറും അതുകൂടാതെ ഒരു മിൽക്കി ഫ്ലേവറും അതിനൊപ്പം ഒരു ചെറിയ പുളിയുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുളി എന്ന് പറയുമ്പോൾ ഈ മാങ്ങയുടെ ഫ്ലേവർ കൂട്ടുന്നതല്ലാതെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല. നമ്മൾ ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നില്ല. ഒരു ഐസ്ക്രീം കഴിക്കുന്ന ലാഭത്തോടെ നമ്മളിത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ഒട്ടും തന്നെ ഫൈബറുമില്ല. നമ്മുടെ വീട്ടിൽ ഒരു 10 മാവൊക്കെ നടന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മല്ലിക അതിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. അവർക്കിത് എത്രമാത്രം സൂട്ടബിൾ ആകുമെന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാലാപ്പാടി, കാറ്റുമൂൺ, നാംഡോക്കി മാങ്ങയിൽ 1 വർഷം 2 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ കുറച്ച് ലൈറ്റ് ഫ്രൂട്ടിംഗ് ആണ്. മിനിമം ഒരു 5 വർഷം 6 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും. പിന്നെ ഇതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറികളിൽ പല സ്റ്റേറ്റുകളിൽ നിന്നുമാണ് വരുന്നത്. നമ്മളൊരു തൈ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അത് ആന്ധ്രയിൽ നിന്ന് വന്ന തൈകളാണോ എന്ന് ശ്രദ്ധിക്കുക. ആന്ധ്രയിൽ നിന്ന് വന്ന തൈകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും പെർഫോം ചെയ്യുന്നത്.